വളരെ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 5 മെത്തേഡ്സ് ആണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഇതുപോലത്തെ വാട്ടർ ഡ്രോപ്പ് ബീഡ്സിൻ്റെ ഹാഫ് ബീഡ്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോൺ ഷീറ്റും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്ലിപ്പ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് അലിഗേറ്റർ ക്ലിപ്പും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് B7000ൻ്റെ ഗ്ലൂ ആണ്. നിങ്ങൾക്ക് ഏത് ഒട്ടുന്ന ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ എല്ലാ ബീഡ്സും ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആ ഡ്രോപ്പിൻ്റെ വണ്ണം കൂടിയ ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയും ആ തുമ്പ് ഭാഗം ഉള്ളിലേക്ക് നിൽക്കുന്ന പോലെയും, അതായത് ഫേസ് ടു ഫേസ് നിൽക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ വീഡിയോ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം മനസ്സിലാകും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ എല്ലാതും ഒരേപോലെ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റോൺ ഷീറ്റിൽ നിന്ന് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ സെയിം ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സെൻറ്റർ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ് ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് തന്നെ നമ്മളുടെ സെക്കൻഡ് മെത്തേഡിലേക്ക് കിടക്കാം. സെക്കൻഡ് മെത്തേഡിൽ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പും ഗ്ലൂവും തന്നെ വേണം. പിന്നെ ഇതുപോലത്തെ സ്റ്റോൺസും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന സ്റ്റോൺസ് ആണ്. ഈ ഒരു സ്റ്റോണിനൊക്കെ നമുക്ക് 5 രൂപ മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് എല്ലാ മെത്തേഡും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഒരു സൈഡിലോട്ടാക്കിയിട്ട് ഞാനിങ്ങനെ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗോൾഡൻ കളേഴ്സിലെ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ കളറിലെ അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. സിൽവർ കളറിൽ യൂസ് ചെയ്തിട്ട് വെച്ച് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡിലോട്ടായിട്ട് നമ്മളുടെ എല്ലാ സ്റ്റോൺസും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഭാഗം നമുക്കിങ്ങനെ സിൽവർ കളർ കാണാൻ പറ്റുന്നുണ്ട്. അത് കവർ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റോൺ ഷീറ്റിൽ നിന്നും നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ സെയിം ലെങ്ത്തിൽ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതും ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ അലിഗേറ്റർ ക്ലിപ്പാട്ടോ ഇത്. നമുക്ക് നമ്മൾ തേർഡ് മെത്തേഡിലേക്ക് എടുക്കാം. തേർഡ് മെത്തേഡിൽ നമ്മളിത് ഏതാണ്ടൊക്കെ ഒരു ഇലയുടെ ഷേപ്പൊക്കെ ഉള്ള ഗോൾഡൻ കളറിലെ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതും നമ്മളിത് ഗ്ലൂ യൂസ് ചെയ്തിട്ട് അലിഗേറ്റർ ക്ലിപ്പിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു 5 മോഡൽ ചെയ്തെടുക്കാനായിട്ട് ആകെ നമ്മളുടെ കയ്യിൽ വേണ്ടത് കുറച്ച് ഗ്ലൂവും അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പും പിന്നെ 5 രൂപ മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റോൺസോ ബീഡ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം രൂപ ഏൺ ചെയ്യാനും പറ്റും കേട്ടോ ഈ ഒരു മോഡലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ട് സെൻറ്റർ ഭാഗത്തു കൂടെ നമ്മൾ ആ ഒരു ബീഡ് കൂടി ഒട്ടിച്ച് കൊടുത്ത് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തേർഡ് മെത്തേഡ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മളുടെ ഫോർത്ത് മെത്തേഡിലേക്ക് കിടക്കാം. ഫോർത്ത് മെത്തേഡിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്ലവർ ബീഡ്സ് ആട്ടോ. ഇത് നമുക്ക് കോർത്തെടുക്കാനും പറ്റും, ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാലും നല്ലതാണ്. അപ്പോൾ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്ലവർ ബീഡ്സ് ഒരു 5 എണ്ണം നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു മെത്തേഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഗ്ലൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഗ്ലൂ ഗൺ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളുടെ ഫൈനൽ മെത്തേഡാണ്. ഫൈനൽ മെത്തേഡിൽ ഞാൻ ഇതുപോലത്തെ ഫ്ലവർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അലിഗേറ്റർ ക്ലിപ്പിൽ നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഓരോന്നായിട്ട് നമ്മൾ നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ ഒന്ന് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ എല്ലാ ബീഡ്സിൻ്റെയും ഫ്ലവർ ബീഡ്സിൻ്റെയും സെൻറ്ററിൽ ഞാൻ സ്റ്റോൺ ഷീറ്റിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ബീഡ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി എനിക്ക് അവിടെ തോന്നി. അപ്പോൾ നമ്മളുടെ 5 മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് 5 മെത്തേഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം ഹെയർ ആക്സസറീസ് മേക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്